ഇന്ന് എന്താണ് ഗോസ് ലോ എന്ന് നോക്കാം. The flux of electric field through any closed surface S is 1 by epsilon 0 times the total charge enclosed by S. So, എന്താണ് ഫ്ലെക്സ്? ഫ്ലെക്സ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടെ എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നു, അതും നോർമലി മീൻസ് പെർപെൻഡിക്കുലർ ആയിട്ട്, അതാണ് ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറയുന്നത്. സോ ഗോസ് ലോ പറയുന്നത് ആ ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറയുന്നത് 1 by epsilon 0 ടൈംസ് ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ. അതായത് ഇപ്പോൾ ഒരു ചാർജ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ്സ് എന്തായാലും ഉണ്ടാവുമല്ലോ. ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പോസിറ്റീവിൽ നിന്ന് പുറത്തോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നത്. അപ്പോൾ ഇതിനെ എൻക്ലോസ് ചെയ്ത് ഞാനൊരു സർഫസ് ഇങ്ങനെ വരച്ചു. ആ സർഫസ് ഏരിയയാണ് എസ് എന്നെടുത്തേക്കുന്നത്. എസ് എന്നെടുത്തേക്കുവാണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫ്ലെക്സ് ഇങ്ങനെ പുറത്തോട്ട് ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടെ പുറത്തു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്, ആ ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറയുന്നത് 1 by epsilon 0 ടൈംസ് ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ആ ചാർജിനെ എൻക്ലോസ് ചെയ്യുന്ന, അതായത് ആ ചാർജിനെ ആരെ എൻക്ലോസ് ചെയ്തേക്കുന്ന ഈ സർഫസ് അല്ലേ. അപ്പോൾ ഈ സർഫസ് എൻക്ലോസ് ചെയ്തേക്കുന്ന ചാർജിൻ്റെ 1 by epsilon 0 ടൈംസ് ആണ് ഫ്ലെക്സ്. ഈ സർഫസ് എൻക്ലോസ് ചെയ്തേക്കുന്ന, സർഫസ് ഇങ്ങനെ മൂടി വച്ചേക്കുന്ന ഈ ചാർജിൻ്റെ, ആ സർഫസിൻ്റെ ഉള്ളിലുള്ള ആ ചാർജിൻ്റെ 1 by epsilon 0 ടൈംസ് ആണ് ഫ്ലെക്സ് എന്ന് പറയുന്നത്. എസ് എന്ന് പറയുന്നത് സർഫസ് ഏരിയ. സോ ഒന്നുകൂടെ വായിക്കാം. ദ ഫ്ലെക്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് തന്നെ ആയിരിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് സർഫസ് എടുത്താൽ അതിൻ്റെ ഉള്ളിലുള്ള, അതിൽ നിന്നും വരുന്ന ഫ്ലെക്സ് എന്ന് പറയുന്നത് 1 by epsilon 0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ആ സർഫസ് എൻക്ലോസ് ചെയ്ത് വച്ചേക്കുന്ന, മൂടി ഇങ്ങനെ വച്ചേക്കുന്ന ആ ചാർജിൻ്റെ 1 by epsilon 0 ടൈംസ് ആയിരിക്കും അതിൽ നിന്നും പുറത്തു വരുന്ന ഫ്ലെക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫോർമുല ഇതാണ്. ഫ്ലെക്സിൻ്റെ ഫോർമുല അക്കോർഡിംഗ് ടു ഗോസ് ലോ എന്ന് പറയുന്നത് Q എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0. 1 by epsilon 0 into Q എന്ന് പറഞ്ഞാൽ Q by epsilon 0, അതാണ് എഴുതിയിരിക്കുന്നത്. Q എൻക്ലോസ്ഡ്, അതിനുള്ളിലുള്ള ചാർജേ പറ്റത്തുള്ളൂ. ഇനി പുറത്ത് വല്ല ചാർജ് ഉണ്ട്, പക്ഷെ ഞാൻ വരച്ച സർഫസ്, ഈ സർഫസിന് നമ്മൾ ഗോസിയൻ സർഫസ് എന്ന് പറയും. അപ്പോൾ ഈ ഗോസിയൻ സർഫസ് ഞാൻ ഇവിടെയാണ് വരച്ചേക്കുന്നത്, ഇതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ സർഫസ് വഴിയുള്ള ഫ്ലെക്സ് എന്ന് പറയുന്നത് ഈ ചാർജിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, പുറത്ത് വരച്ചേക്കുന്നതിൽ ഡിപ്പെൻഡ് ചെയ്യില്ല. അടുത്തതിൻ്റെ പ്രൂഫാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ പ്രൂഫിന് വേണ്ടിയിട്ട് ഇതേ സാധനം തന്നെയാണ് താഴോട്ട് വരച്ചേക്കുന്നത്. ചാർജ് Q എന്ന് പറയുന്നൊരു ചാർജ്, അതിൻ്റെ ചാർജ് പോസിറ്റീവാണ്. അതിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തോട്ട് വരുന്നു. അതിൽ ഞാൻ ഡെൽറ്റ എസ് എന്ന് പറയുന്ന ഒരു കുറച്ച് ഏരിയ ഞാനിങ്ങനെ എടുത്തേക്കണം. ഫുൾ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എസ് ആണ്. ഇതൊരു സ്ഫിയർ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഞാൻ കൺസിഡർ ചെയ്ത ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് ഒരു സ്ഫിയർ ആണ്. അതായത് ഇങ്ങനെ ഒരു ചാർജ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും ഒരു സ്ഫിയർ പോലെയാണ് അത് ഗോഷ്യൻ സർഫസ് നിൽക്കുന്നത്. അതായത് ഒരു 3D ആയിട്ട് കരുതണം. അപ്പോൾ ഡെൽറ്റ എസ് എന്ന് പറയുന്നത് കുഞ്ഞു സർഫസ് ഏരിയ, അതുവഴി പുറത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോവുകയാണ്. അതിൽ ഞാൻ ചെറിയൊരു സർഫസ് ഏരിയ മാത്രം എടുത്തു. ഇതിൻ്റെ റേഡിയസ് R ആണ്. അപ്പോൾ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ, ഗോഷ്യൻ സർഫസിൻ്റെ സർഫസ് ഏരിയ എത്രയാണ്? ഫുൾ സർഫസ് ഏരിയ 4πr² ആണ്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ മുൻപേ അറിയാം. നമുക്കറിയാം ഈ ഡെൽറ്റ ഫൈ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നാൾ മുൻപേ പഠിച്ചിട്ടുള്ളതാണ്. ഡെൽറ്റ ഫൈ എന്ന് പറയുന്നത്, അതായത് ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറയുന്നത് E.ds ആണ്. ഡെൽറ്റ എസ് അല്ലെങ്കിൽ E.ds ആണെന്ന് പഠിച്ചിട്ടുണ്ട്. E.ds. അപ്പോൾ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്തേക്കുന്ന ഈ ഒരു സ്ഫിയർ ആണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 by 4π epsilon 0 Q by r² അല്ലേ? Q by r², 1 by 4π epsilon 0 Q by r². അതായത് ഇവിടെ ചാർജ്, ഇപ്പോൾ ഇവിടെ നോക്കി, ഇതാണ് R എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ആ R ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ,
Q/r². നമ്മൾ വെക്റ്ററിൽ എഴുതുകയാണെങ്കിൽ ഒരു ആർ ക്യാപ്പും കൂടെ വരും. വെക്റ്ററിൽ എഴുതുമ്പോൾ ഒരു ആർ ക്യാപ്പും കൂടെ വരും. ഇവിടെ യൂണിറ്റ് വെക്ടറാണിത്, അതുകൊണ്ടാണ് മേലൊരു ക്യാപ്പ്. അപ്പോൾ ആർ ക്യാപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടറാണ്. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. അതപ്പോൾ താഴോട്ട് വരുമ്പോൾ നമ്മളത് എഴുതത്തില്ല. അപ്പോൾ ഇ എന്ന് പറയുന്നത് 1/4πε0 Q/r² ആർ ക്യാപ്പ് ഡോട്ട് ഡെൽറ്റ എസ് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ആർ ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആർ ക്യാപ്പ് എന്ന് പറയുന്നത് 1 ആണ്. സോ യൂണിറ്റ് വെക്ടർ ആണ്, അതുകൊണ്ട് അത് എഴുതത്തില്ല താഴോട്ട് എഴുതുമ്പോൾ. അപ്പോൾ ഡെൽറ്റ ഫൈ എന്ന് പറയുന്നത് 1/4πε0 Q/r² ഇൻറ്റു ഡെൽറ്റ എസ്. ഡോട്ട് എഴുതുന്നില്ല, ഡെൽറ്റ എസ്. അപ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു സർഫസിൻ്റെ ആണല്ലേ, ജസ്റ്റ് ഈ സർഫസിൻ്റെ ഈ ഡെൽറ്റ എസ് എന്ന് പറയുന്ന ഇത്രയും ഭാഗം മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇതിൻ്റെ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കണം. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ എന്തായി? ഫൈ ആയി. ഇത് വെറും ഈ ഏരിയയിൽ മാത്രമുള്ള വെറും ഡെൽറ്റ ഫൈ മാത്രമാണ്. ടോട്ടൽ ഫൈ എന്ന് പറഞ്ഞാൽ എങ്ങനെയാവും? ഈക്വൽ ടു സമ്മേഷൻ ഓൾ ഡെൽറ്റ എസ്, ഓൾ ഡെൽറ്റ എസ്, ഫുൾ ഡെൽറ്റ എസ് പ്ലസ് ഡെൽറ്റ എസ് പ്ലസ് ഡെൽറ്റ എസ് പ്ലസ് ഡെൽറ്റ എസ് നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും? എസ് എന്ന് കിട്ടും. അപ്പോൾ സിഗ്മ ഓൾ ഡെൽറ്റ എസ് 1/4πε0 Q/r² ഡെൽറ്റ എസ്. അപ്പോൾ ഈ ഡെൽറ്റ എസിനായിരിക്കും ഇത് ബാധകമായിട്ടുള്ളത്. അപ്പോൾ അതിന് അകത്തോട്ട് അതായത് ഈ സംഭവങ്ങളെല്ലാം പുറത്തേക്ക് മാറ്റുക, സമ്മേഷന് പുറത്തേക്ക് മാറ്റുക. 1/4πε0 Q/r² സിഗ്മ ഓൾ ഡെൽറ്റ. സിഗ്മ ഓൾ ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ടോട്ടൽ ഏരിയ, അതായത് എസ് ആണ്. അപ്പോൾ അതിൽ എസ് കൊടുക്കാം. 1/4πε0 Q/r². എസ് എത്രയാണ്? 4πr². അത് ഇതിലേക്ക് കൊടുക്കാം. ഈക്വൽ ടു 1/4πε0 Q/r², 4πr² എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ ക്യാൻസൽ ആകാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ആക്കുക. നമുക്ക് ക്യാൻസൽ ആക്കാം. ഇത് ഇവിടെ ഒരു 4π ഉണ്ട്, ഇവിടെ ഒരു r² ഉണ്ട്, ഇവിടെയും 4πr² ഉണ്ട്. എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇത്രയും ക്യാൻസലായിപ്പോവും. ബാക്കിയുള്ളവരെ എടുത്ത് എഴുതാം. ആരൊക്കെയാണ് ബാക്കിയുള്ളത്? ക്യൂവും ε0 അല്ലേ. അപ്പോൾ Q/ε0. അപ്പോൾ ഫൈ എന്ന് പറയുന്നത് Q/ε0 ആണെന്ന് കിട്ടി. സമ്മേഷൻ്റെ ടേംസിലുള്ളത് ഇൻ്റഗ്രേഷൻ്റെ ടേംസിലും പറയാം. അതായത് ഡെൽറ്റ ഫൈ എന്ന് പറയുന്നത് ഡെൽറ്റ ഫൈയുടെ ഇൻ്റഗ്രലാണ്. അപ്പോൾ ഇവിടെ ഫുൾ ഇൻ്റഗ്രേഷൻ വരും എന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. ഇവിടെ ഇൻ്റഗ്രേഷൻ വരും. അപ്പോൾ ഡെൽറ്റ എസ് എന്ന് പറയുന്നത് എസ് ആവും. സമ്മേഷൻ എല്ലാം കൂടെ ചെയ്യുന്നതിനെ തന്നെയാണ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫൈ എന്ന് പറഞ്ഞാൽ Q/ε0 ആയി. അപ്പോൾ ഗോസ് ലോ പ്രൂവ് ചെയ്തു, Q/ε0 ആണെന്ന് കിട്ടി. ഇത് തന്നെയാണ് നമ്മുടെ ഗോസ് ലോ. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിരിക്കും പറയാൻ പോകുന്നത്. ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ Q എൻക്ലോസ്ഡ് 0 ആവുന്നില്ല. അതായത് ഈ ഞാൻ വരച്ച ഈ സർഫസിനുള്ളിൽ, അതായത് ഞാൻ ഇവിടെയാണ് ഇനിയൊരു സർഫസ് വരച്ചതെന്ന് വെച്ചു. ഇവിടെയൊക്കെ Q+, V+ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് ഞാൻ സർഫസ് ഇത് ഇവിടെയാണ് വരച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചാർജ് ഉണ്ടോ? ഇല്ല, ചാർജ് ഇല്ല. അപ്പോൾ ഇവിടുത്തെ Q എൻക്ലോസ്ഡ് എന്തായി? Q എൻക്ലോസ്ഡ് ഉള്ളിലുള്ള ചാർജ് എന്തായി? 0 ആയി. അത് 0 ആയ ഫ്ലെക്സ് ഉണ്ടോ? ഫ്ലെക്സും 0 ആയിരിക്കും. ഓക്കെ.